ഹായ് ചങ്കളെ എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ ഒത്തിരി നാളായി ഞാനൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട് കേട്ടോ. അപ്പൊ കുറെ നാളെ ശേഷം ഞാനൊരു ചിക്കൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡോറൊന്ന് അടഞ്ഞ് കാറ്റ് വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ ഞാനൊരു ചിക്കൻ കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു ചിക്കൻ കറി റെഡിയാക്കല്. ഇപ്പൊ ചാലക്കുടി മാർക്കറ്റിൽ പോയിട്ട് ഞാനിപ്പോ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നാണേ. ഞാൻ കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് ചിക്കൻ. അപ്പൊ അതിന് വേണ്ടുന്ന സവോള ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ചില ആൾക്കാർ ഞാനിത് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അതിലെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുന്നുണ്ട്. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട. നമ്മളെ ചിക്കൻ കറി വെക്കാം. സവോള ഞാൻ ഇനി അരിയണം. ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി കേട്ടോ. വീണ്ടും ചില ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തരാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ കറി വെക്കാം. അതിന് സവോള അരിയാട്ടോ. നമുക്ക് വെളുത്തുള്ളി ഞാൻ നന്നാക്കി വെളുത്തുള്ളി കഴുകിനെ വെച്ചേക്കാണ്. അപ്പൊ ആ വെളുത്തുള്ളി ഞാൻ ഒന്നും ചെയ്യുന്ന ഒന്ന് പോയി തരുവോടേ. അപ്പൊ വെളുത്തുള്ളി കേട്ടോ. ഇഞ്ചി നമുക്ക് അരിയാ. ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തേക്കാം. അപ്പൊ ഇഞ്ചി നമുക്ക് കുരുകുരാന്നറിയാം. ഞാനൊരു വെറൈറ്റി ഞാനൊരു യൂട്യൂബില് ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ആ ചേച്ചി ചിക്കൻ കറി വെക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു. ഞാൻ അതുപോലെ വെക്കാനാണ് എന്റെ പ്ലാനിങ്ങില്. നമുക്ക് അതുപോലെ ആയി വരുമോ നോക്കാം. എന്നും ഒരേ മോഡൽ വെച്ചിട്ട് ഇവിടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര പുണ്യം. അപ്പൊ ഞാൻ എന്റേതായ രീതിക്കാണ് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണത്. പക്ഷെ ഇതൊന്നും നമുക്കൊന്ന് മാറ്റി പിടിച്ച് നോക്കായിരുന്നു അല്ലേ. നിങ്ങൾ ട്രൈ ചെയ്യൂട്ടോ. അപ്പൊ ഞാൻ ഇഞ്ചിനെ ഇങ്ങനെ കുരുകുരാന്ന് അരിയുവാണേ. 2 തക്കാളി എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിയുടെ പകുതി ഭാഗം ചീത്തയായിപ്പോ അത് കളഞ്ഞിട്ട് ഞാൻ ബാക്കി തക്കാളി വെച്ചിട്ടുണ്ട്. 2 തക്കാളിയും കൂടെ എടുക്കാം നമുക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഇഞ്ചി കുരുകുരു എന്നൊക്കെ അറിയാണ്. ഇടയ്ക്ക് പനി പിടിച്ച് ഇടയ്ക്ക് പിന്നെ ഇടുക്കിയിൽ പോക്ക് ട്രിപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് സമയം ഒട്ടും കിട്ടാറില്ല. എന്തായാലും പെട്ടെന്ന് ഓടി വന്ന് ഉണ്ടാക്കി എന്റേതായ രീതിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കലാണ് എന്റെ ഒരു പതിവ്. അപ്പൊ ഇന്നിപ്പോ ഇച്ചിരി വിശാലമായിട്ട് ഞാൻ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ ചേച്ചി ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാനിതാ വീണ്ടും കുക്കിംഗ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഈ അടുക്കള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ അടുക്കളയിലും, ഈ അടുക്കള മാത്രമല്ല, ഒടുക്കത്തെ ചൂടാണേ. ചൂട് കാരണം രക്ഷയില്ല. ഇന്നലെ കുറച്ച് മഴയൊക്കെ നമുക്ക് കിട്ടി. എന്നാലും ഇന്ന് വീണ്ടും ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇഞ്ചി അരിഞ്ഞ് കഴിഞ്ഞു. നമ്മളെ പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറിടാം. നല്ല നാടൻ മുളകാണ്, നല്ല എരിവുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം മതി. പക്ഷെ ഞാൻ 2 എടുത്തിട്ടുണ്ട്, ഇരിക്കട്ടെ. അപ്പൊ ഇനി നമ്മുടെ സബോള കൂട്ടപ്പര നമ്മളിങ്ങനെ എടുത്ത് മുറിച്ച വേണമെങ്കിൽ ഇതവിടെ ഇങ്ങനെ കളയാം. നമുക്ക് ചെത്തി ഇതിങ്ങനെ മാറ്റി വെക്കാം. എന്നിട്ട് ഇങ്ങനെ എനിക്ക് ഈ കട്ടിയും പൊടി വെച്ച് അരി അത്ര വലിയ പരിചയമില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ അരിയാനാണ് എനിക്ക് പറ്റുള്ളേ. അപ്പൊ ഞാനിതാ നമ്മുടെ 2 തക്കാളി ഉണ്ട്, അതുകൊണ്ട് ഒന്ന് അരിഞ്ഞു വെക്കുവാണേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടേ. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ചിക്കൻ ഇതിങ്ങനെ എടുക്കുക. പുതിയ മോഡല് ചിക്കൻ കറി വെക്കുന്നതാണ് കേട്ടോ. നിങ്ങളെങ്ങനെ വെക്കുന്നതെന്ന് അറിയത്തില്ല, നിങ്ങൾ അതുപോലെ തന്നെ വെച്ചു. പക്ഷെ ഞാൻ ഇന്നൊന്നും ആ ചേച്ചി വെച്ചതോടെ ഇത് ട്രൈ ചെയ്ത് നോക്കാനാണേ. നമ്മൾ ലൈവില് 1-2 പേര് ഇതുപോലെ ഇങ്ങനെ ലൈവ് ഇടുമ്പോഴത്തേനും മെസ്സേജ് അയച്ച് ഇപ്പം എന്നെ കാണാൻ വേണ്ടി വന്നതാ കേട്ടോ. അവര് ഹസ്ബൻഡ് വൈഫോട് എന്നെ കാണാൻ വേണ്ടി വന്നപ്പം എനിക്ക് കൊണ്ട് തന്നതാ ഇഞ്ചമ്പുളി. നല്ല അടിപൊളി ഇഞ്ചമ്പുളിയാണേ. ഒരു വീട് തപ്പി പിടിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ അടുത്ത് വന്നു. ഒരുപാട് സന്തോഷം. ശാലിനി ചേച്ചിയും തേജസ് ചേട്ടനും അവർക്ക് എന്റെ സ്പെഷ്യൽ ഹായ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ ഇതാ നമ്മുടെ ചിക്കൻ ഇതാ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടി, ഇത് ഞാൻ ടിന്നിലാക്കി വെച്ചതിന് ബാക്കി വന്ന മുളക് പൊടിയാണേ. അപ്പൊ ആ മുളക് പൊടി കുറച്ച് മതി. പിന്നെ നമ്മുടെ സ്വന്തം ഉപ്പൻ, എന്നിട്ട് സ്പൂൺ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. ഇതിനെ ഒന്ന് കൂട്ടി തിരുമ്മിയിട്ട് നമുക്കിത് കൂട്ടി തിരുമ്മിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇതിന് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം.
ഇനി ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ. ചെറിയ തീയില് ഇത് ആവിയിൽ ഇരുന്നിരുന്നിരുന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വരും. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ വെക്കാം. അതിന് ഇപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ സവോളയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ചട്ടി ഞാനിതാ ഇവിടെ നമ്മൾ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എണ്ണ ചൂടാകാൻ വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ചു കേട്ടോ. കണ്ട വെള്ളം ആവുന്നു. നമ്മൾ ചിക്കനകത്ത് വെള്ളം ഉണ്ട്. അത് അങ്ങനെ ആവി കയറി കയറി വെള്ളമൊക്കെ ആവും. ചായ കുടിച്ചോ? കുടിച്ചോ? നമ്മൾ എണ്ണ ചൂടായി. അതിലേക്ക് നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇനി ലവനൊന്ന് പെട്ടെന്ന് വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ ഉപ്പ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ കൈ കൊണ്ട് എടുത്തിടണം, എന്നാലും എനിക്ക് അളവ് അറിയത്തുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് സ്പൂണിലിട്ടാൽ എനിക്ക് ഒരു അളവ് കിട്ടത്തില്ല കേട്ടോ. പിന്നെ നല്ല പൈനാപ്പിൾ ഇപ്പിടും, നമുക്ക് ചെത്തിയാലോ? ചെത്തട്ടെ വിജയ് ചേട്ടാ? ചിക്കൻ അടുപ്പത്താണേ. അയ്യോ, ചിക്കൻ അടുപ്പത്താട്ടോ. ഞാൻ എന്താണെന്നറിയോ, ചൂടെടുത്തിട്ട് പുഴുങ്ങിയിട്ട് ആകെപ്പാടെ മനുഷ്യന്റെ കൺട്രോളൊക്കെ പോകുന്നു. എനിക്ക് ചൂടത്ത് കിടന്നുണ്ടെങ്കിൽ അടുക്കളക്കൊന്ന് പണിയാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാട്ടോ. ചിക്കൻ അടുപ്പത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കണം. ഞാൻ അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ ഒക്കെ ചെത്തി നല്ല മധുരം കൊച്ചുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഓരോന്ന് എടുത്തോന്ന. അപ്പോഴേ നമ്മുടെ സവോള ഇത് ഏകദേശം വാടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഞാനിത് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുവാണേ. നല്ല കിടന്ന് രണ്ടും കൂടെ ഒരുമിച്ച് കിടന്ന് അവിടെ കിടന്നൊന്ന് വാഴേണ്ട സെറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് കപ്പ ഒന്ന് പൊളിച്ചെടുക്കാം. ചിക്കൻ നല്ല വെള്ളമൊക്കെ നല്ല വെന്ത് സെറ്റ് ആവുന്നുണ്ടേ. അവിടെ കിടന്ന് പതിയെ വെന്തോട്ടെ. ഇത് വെള്ളം കിടന്ന് മൂക്കട്ടെ. അപ്പൊ തന്നെ നമുക്ക് കപ്പ പൊളിക്കാം. എന്റെ കപ്പൻ്റെ ഞാൻ ആദ്യം പോയി ഒരു തോർത്തെടുക്കുന്നൊന്ന് തുടക്കട്ടെ. വേർത്ത് നിൽക്കുക, ഒരു രക്ഷയില്ല, ഭയങ്കര ചൂടാ. പോരാ, നല്ല കപ്പ കിട്ടി. നല്ല നീളമുള്ള നല്ല മുഴുത്ത കപ്പ. ഈ കപ്പ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? പുഴുങ്ങാം, അതേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ തല പുകഞ്ഞ് ആലോചിക്കണ്ട. എന്തെങ്കിലും പറയാൻ ഞാൻ അതിന്റെ അടിയിൽ കുറെ കമന്റ് ഇട്ടും എഴുതാൻ വേറെ കുറെ എണ്ണങ്ങള്. എന്തുവാണ് ഇതൊക്കെ? ചൂടായിട്ട് ഇത് ഇവിടെ നിന്ന് വെച്ചാൽ ശരിയാത്തില്ല. അതുകൊണ്ട് ഞാൻ തലേ കിട്ടി. ഇതാകുമ്പോ എപ്പോഴും നമുക്ക് എടുത്ത് തുടക്കല്ല. അതുകൊണ്ട് കെട്ടിയേക്കുന്ന കേട്ടോ. നമ്മളെ കപ്പ പുഴുങ്ങാൻ വേണ്ടി പോവാണേ. അരിക്കച്ചക്കയുടെ ചൊള്ളക്കണ്ണക്കിന് തുടുത്തുടുത്തൊരു കല്യാണി, തുടുത്തുടുത്തൊരു കല്യാണി, കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടൊടി ഞാനൊരു മിന്നായം. ഓരോ റോങ് കമന്റ് ഇടുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ എന്റെ കയ്യിൽ കിട്ടിയാൽ അരിക്കച്ചക്കയുടെ ചൊള്ളക്കണ്ണക്കിന് തുടുത്തുടുത്തൊരു കല്യാണി, തുടുത്തുടുത്തൊരു കല്യാണി. ചുമ്മാ കേട്ടോ. നിങ്ങൾ പറയണ മക്കളെ, നിങ്ങൾ പറയുമ്പോഴല്ലേ നമുക്ക് 10 പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്നേ. ഇളക്കി കൊടുക്കട്ടെ കേട്ടോ കറി. എന്തായി മക്കളെ? സെറ്റ്. അവിടെ പതിയെ മതി, ഒരു തിരക്കുമില്ല. ചാട്ടുള്ളി മുനത്തുള്ള തുള്ളക്കേന മൂർച്ചയുള്ളൊരു നോട്ടമാ, മൂർച്ചയുള്ളൊരു നോട്ടമാ, കാലിടറണ് വയറരിയണ്, ഇടി കുടുങ്ങണ് നെഞ്ചിലടി. എന്നാന്നറിയത്തില്ല, ഈ കപ്പ, ചിക്കൻ, മീൻകറി എന്നൊക്കെ പറയുമ്പോ നമുക്കൊരു വികാരമാ. അത് ഇല്ലെങ്കിൽ പിന്നെ നമ്മളില്ല. കൈപ്പൊണ്ട് നോക്കട്ടെ കേട്ടോ കപ്പ. അടിയോ കപ്പ. വേറെ നമ്മുടെ തക്കാളി സവോളയൊക്കെ എടുത്ത് അവിടെ നല്ലപോലെ മൊരിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഞാന് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നല്ലേ? 2 കിലോ പരദൂഷണം, 1 കിലോ സഹതാപം, 1/2 കിലോ അസൂയ,
ഒരു 3/4 കിലോ കുശുമ്പും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കുരുമുളക് പൊടി. അത്യാവശ്യം ഇത്തിരി കൂടുതലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മല്ലിപ്പൊടി, അതൊരാവശ്യത്തിനിടാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി പോലെ മുളക് പൊടിയും കൂടെ ഇതുകൂടി ഇട്ട് ഇളക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഇടുന്ന ഐറ്റമാണ് നമ്മുടെ ഗരം മസാല എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുവപ്പട്ട, ഗ്രാമ്പു, ചുക്ക്, ഏലക്ക എല്ലാം കൂടി വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത്. അത് അങ്ങാടിക്കടയിൽ നിന്ന് നമ്മൾ മേടിച്ചിട്ട് വന്നിട്ട്, അങ്ങാടിക്കടയല്ല മറ്റേ ബിരിയാണി കൂട്ട് മേടിക്കാൻ പോകുമ്പോ അവിടെ കിട്ടും. അത് മേടിച്ചു കൊണ്ടുവന്ന് നമ്മൾ ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ച് ഞാൻ വെച്ചേക്കുന്ന നല്ല മണമാണ്. അവനെയും കൂടി അങ്ങോട്ട് ഒരു ആവശ്യത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇളക്കുക. ഇപ്പൊ നമ്മുടെ കറിയുടെ നിറം തന്നെ, കളറ് തന്നെ നമ്മുടെ കറിയുടെ മാറി കിട്ടുന്നുണ്ട്. നല്ല കറുത്ത കറി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാനാത്തിട്ട് ഇളക്കാം നന്നായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ തിളച്ച് സെറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ചിക്കന്റെ വെള്ളം അതിനകത്തുണ്ട്, ചിക്കൻ വേവുകയും ചെയ്തു. ഇനി ഇതിനു വേണ്ടി നമ്മൾ വേഗം പ്രത്യേകിച്ച് ഇത് വേവിക്കൊന്നും വേണ്ട. അതിപ്പോ ഓൾറെഡി വെന്ത് ചിക്കൻ. അത് നമുക്ക് ഇതൊന്നും സെറ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കിക്കോ നല്ലപോലെ ഇളക്കിക്കോ. അത് ഇളകി ഇതിലേക്ക് നമുക്ക് ഇത് ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കാം, ഈ ചിക്കന്റെ വെള്ളം. എന്നിട്ട് ഇതാ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ഇവിടേക്ക് വെച്ച് കൊടുക്കാം. അത് അവിടെ നിന്ന് വെന്തോളൂ. എന്നിട്ട് ഇവനെയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ജസ്റ്റ് വറുത്ത് കറി വെക്കുന്ന പോലെയൊക്കെ ആവും കേട്ടോ ഇങ്ങനെയാകുമ്പോ. കണ്ടോ, ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം, തീ കുറച്ച് വെച്ചിട്ട്. ഇപ്പൊ ഒന്നുകൂടി അത് ഗ്രേവി ആയിട്ട് വെള്ളമൊക്കെ ആയി സെറ്റ് ആവും. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അത് അങ്ങോട്ട് നോക്കി, നമ്മുടെ ഗ്രേവി ഒക്കെ വന്നാൽ നല്ല തിക്കായിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ കണ്ടില്ലേ? ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. മണമൊക്കെ നല്ല വരുന്നുണ്ട്. ചൂട് ഒരു രക്ഷയില്ല, നല്ല ചൂടുണ്ട്. അടിപൊളിയാണേ. ഇത് കഴിക്കാൻ പറ്റുന്നില്ല, ചൂടാ. അത് അതെല്ലാം വെന്തിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ട് വെന്തിട്ടുണ്ട് നല്ല ചിക്കനൊക്കെ. അതെ, എന്റെ കപ്പ ഇതാ വെന്തിട്ടില്ല, അടുപ്പത്തിരിക്കുന്നുള്ളൂ. അപ്പൊ അടുത്ത കുക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ലവ് യു ഓൾ, ടാറ്റാ.